മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. അടിപ്പീണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. അടിപ്പീണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനാ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനാ. ശബ്ദത്തെ വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. പകരം സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരും. സ്നേഹനിധിയായ ദൈവം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഈ തിങ്കളാഴ്ച വരെയും ഞങ്ങളെ സ്നേഹത്തോടെ പരിപാലിച്ച വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കാത്തിരുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഇലക്ഷനൊക്കെ കഴിഞ്ഞല്ലോ. അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു നല്ല ഇലക്ഷനെ ഞങ്ങൾക്ക് തന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കൂടിവരവുകൾ കർത്താവെ ഞങ്ങളുടെ പ്രസിഡന്റിന്റെ തുടർന്നുള്ള ഭരണത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും അതിന്റെ ക്യാബിനറ്റിന്റെ നല്ല പ്രവർത്തനത്തിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ ഈ ദേശത്തിനൊരു അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളുടെ കൂട്ടായ്മ ബന്ധങ്ങൾ ഈ ദേശത്തിനൊരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പല ഭവനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ശാന്തമായിട്ട് ഈ ദേവാലയത്തിൽ കടന്നു വന്ന് നിന്നെ സ്തുതിക്കുവാനും നിന്നെ ആരാധിക്കുവാനും, ദൈവമേ, നീ കഴിഞ്ഞ കാല വർഷങ്ങളായി മാസങ്ങളായി ഞങ്ങൾക്ക് തരുന്ന അനുഭവങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിന്നെ മഹത്വപ്പെടുത്തുന്നതും നിന്നെ ആരാധിക്കുന്നതും എത്ര ശ്രേഷ്ഠമായിട്ടുള്ള പദവിയാണ് കർത്താവെ. ഈ ദേശത്ത് ഞങ്ങളുടെ ജോലി വേലകൾ കർത്താവെ കഴിഞ്ഞതിന് ശേഷം വിശ്രമത്തിന് ഒരുങ്ങുന്നതിന് മുമ്പ് കർത്താവെ ഒരുമിച്ച് തിരുസന്നിധിയിൽ ഇരുന്ന് പാടുവാനും ആരാധിക്കുവാനും നിന്നെ സ്തുതിക്കുവാനും ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി തീരുവാൻ, ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ അവിടെ നിന്ന് ഉപയോഗിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ഇതിന്റെ നടത്തിപ്പിനായി പ്രവർത്തിക്കുന്ന ജെയിംസ് പാസ്റ്ററിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മനിൽ കൂടി ചെയ്യുന്ന ഈ വലിയ ശുശ്രൂഷയെ നീ ഇവിടുന്ന് അനുഗ്രഹിച്ച് വാഴ്ത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രയാസങ്ങളും പ്രതികൂലങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സുഖത്തിലെ ദൈവം നിർത്തി പരിപാലിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. അതുപോലെ കർത്താവെ, ഈ ശുശ്രൂഷ അനേകരുടെ ഹൃദയങ്ങളിലേക്കും അനേകരുടെ ഭവനങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുന്ന സോളിഡ് ആക്ഷൻ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സജിവ്രതനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മകൾ കൂടി ചെയ്യുന്ന വലിയ ശുശ്രൂഷ അനേക ഹൃദയങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമാകുവാൻ കർത്താവെ അവിടെ നിന്ന് ഉപയോഗിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനേകർ കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ ഈ ഒരു മിടിയിൽ കൂടി അവിടുന്ന് സഹായിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഇന്ന് വചനം പറയുവാൻ കടന്നു വന്നിരിക്കുന്ന മകനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നിറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട തിരുവചനം ഞങ്ങളോട് ഇന്നും സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവനെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് വാഴ്ത്തണമേ. കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവിക ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സഭയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രവർത്തകർക്കായി, ശുശ്രൂഷകർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പാടുന്നവർക്കായി കർത്താവെ, സാക്ഷിക്കുന്നവർക്കായി, പ്രാർത്ഥിക്കുന്നവർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അല്പനേരം കർത്താവെ തിരുസന്നിധി ഞങ്ങളുടെ തലകളെ മടക്കുന്നു. കർത്താവെ, നിന്റെ സമാധാനവും സന്തോഷം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഗാനങ്ങൾ പാടുമ്പോൾ ഞങ്ങളുടെ നാവുകളോട് കൂടി ഇരിക്കണമേ. അത് മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാൻ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ദേവനിലതിയായി ആശ്രയം അവനുണ്ടോ. ഒരു പഴയ ഗാനം നമുക്ക് ചേർന്ന് കരങ്ങളെ തട്ടി പാടാം.
രാത്രി ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ വലിയ ദാസൻ ചന്ദ്രൻ ബാസ് ബാംഗ്ലൂർ കൊണ്ടുവന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതി കർത്താവിൻ്റെ ദാസനെ കൊണ്ട് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി നമ്മുടെ വചനത്തിൽ കൂടെ സംസാരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാവരും കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നവർക്ക് ഉചിതമെന്ന് എഴുതിയിരിക്കുന്ന പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണ്ണതയുണ്ടല്ലോ, അടുത്ത ഭാഗത്തെന്നും പ്രബോധനമുണ്ടല്ലോ. കർത്താവിൽ സന്തോഷിപ്പാൻ ഒരവസരം കൂടെ നമുക്ക് ലഭിച്ചതോർത്ത് സ്തോത്രം. ഈ സമയത്ത് കർത്താവിൻ്റെ വലിയ ദാസൻ പി.എം. മാത്യു മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ സഹായിക്കും. അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്ന മുമ്പായി കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഇന്ന് രാത്രി നാം പ്രാപിച്ച് കടന്നു പോകാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണം. ഇന്ന് രാത്രി വന്നതുപോലെ അല്ല, വന്നതുപോലെ പോകാൻ ഇടയാകണം. ഇന്ന് രാത്രി പ്രാപിച്ച് കടന്നു പോകാൻ ആത്മീയ സന്തോഷം അനുഭവിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. എല്ലാ പ്രകാര ശക്തിയുള്ള മാർക്ക് യേശുവിൻ്റെ നാമത്തിന് എല്ലാത്തിനും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിന് പരിസരത്തെ എല്ലാം ഞങ്ങൾ ശുദ്ധീകരിക്കുകയാണ്. യേശുവിൻ്റെ രക്തം കൊണ്ട് മറയ്ക്കുകയാണ് കർത്താവേ. അത്ഭുതം പൽക്കാലം ഇന്ന് രാത്രി നടക്കട്ടെ കർത്താവേ. ജനങ്ങളൊക്കെ ഇന്ന് രാത്രി വിടുവിക്കപ്പെടുവാനിടയാകണമേ. ഭാരത്താൽ വന്നവർ ഭാരങ്ങൾ മാറുവാനിടയാകണമേ. രോഗത്താൽ വന്നവർ രോഗം മാറുവാനിടയാകണമേ. ബന്ധനത്താൽ വന്നവർ ബന്ധനങ്ങൾ അഴിമാറുവാനിടയാകണമേ. വഴികൾ അടഞ്ഞവർക്ക് ഇന്ന് രാത്രി വഴി തുറക്കപ്പെടുന്നതിനായി രാത്രിയായി അത്ഭുതങ്ങളുടെ രാത്രിയായി ഇന്ന് രാത്രി സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി കടന്നു എല്ലാ നിന്റെ മക്കൾക്കായി പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ആരും വന്നതുപോലെ പോകാനിടയാകാതെ വന്നതുപോലെയല്ല കർത്താവേ, പ്രാപിച്ചു കടന്നു പോകാൻ ആത്മീയ സന്തോഷത്താൽ എല്ലാവരും നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം കൊണ്ട് നിറച്ച് എല്ലാവരും കടന്നു പോകാനിടയാകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പരിസരത്തെ എല്ലാ ദൂതന്മാരെ കാവൽ നിർത്തണമേ. യേശുവിന്റെ രക്തത്തിൽ എല്ലാവരും മറക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഞങ്ങളുടെ ഹോളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകട്ടെ കർത്താവേ. സഖ്യവൻ മാളിക മുറി മുഴുവനുമായി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതുപോലെ ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിന്റെ ഉള്ളു മുഴുവനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം രാത്രി സംസാരിക്കുവാൻ നിന്റെ ദാസനെ ഉപയോഗിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ വചനങ്ങൾ നൽകണമേ. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ വാതിലുകൾ തുറക്കണമേ കർത്താവേ. ജനങ്ങളോട് സംസാരിക്കുവാനുള്ള വ്യക്തിപരമായി ഇടപെടുവാനുള്ള ദൈവത്തിന്റെ ദൂതൻ രാത്രിയില് കേൾക്കപ്പെടുവാൻ ആവശ്യത്തിനനുസരിച്ച് കർത്താവേ അവരുടെ നിലയ്ക്കനുസരിച്ച് ഇന്ന് രാത്രി വ്യക്തിപരമായി കർത്താവ് ഇടപെട്ട് സംസാരിക്കേണ്ടതിനായി ദാസനെ ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം പരിശുദ്ധാത്മാവിന്റെ അതേ ശക്തിയോടുകൂടി തന്നെ പറയപ്പെടുവാൻ എഴുതുവാൻ ഇന്ന് രാത്രി സംസാരിപ്പാൻ ദാസനെ ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന നിന്റെ ദാസൻ ബലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ തോമസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, ശക്തീകരിക്കണമേ. ഇന്ന് രാത്രി കർത്താവേ ഇവിടെ കടന്നു വന്ന പല ദൈവദാസന്മാരെ എല്ലാവരെയും പേരുപേരായി ഇവിടുത്തെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാ തിങ്കൾ ചൊവ്വായി നടക്കുന്ന മീറ്റിങ്ങുകൾ ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷൻ അനുഗ്രഹമായി തീരുമാനിടയാകണമേ. ജനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തത്തക്ക നിലയിൽ തെക്കുന്നും വടക്കുന്നും കിഴക്കുന്നും പടിഞ്ഞാറുന്നും വലിയ സമൂഹങ്ങൾ എഴുതി അതേ ഒഴുകിയെത്തുവാൻ ജനങ്ങളുടെ വലിയൊരു കൂട്ട ദിവസങ്ങൾ ഉണ്ടാകേണ്ടതിനായി അതിനുള്ള ഒരു അനുഭവ ദിവസങ്ങൾ ഉണ്ടാകണമേ. അത്ഭുതം നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അടയാളം നടക്കണമേ. പെന്തക്കോസ്ത് നാടിന്റെ അനുഭവം ഈ ദിവസങ്ങളിൽ പിതാക്കന്മാർ അനുഭവിച്ച ആത്മീയ സന്തോഷം എല്ലാ പ്രിയപ്പെട്ടവരും അനുഭവിപ്പാൻ എല്ലാവരും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിലൂടെ എല്ലാ നന്മകളാൽ നിറയ്ക്കണമെന്നായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലെ തൃക്കരത്തെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. മഹത്വം അവിടെ എടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഈ ആലയത്തിൽ കടന്നു വന്ന് കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ച് ദൈവമക്കളോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ 2 or 3 പേര് എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ ദൈവം ഉണ്ട്. പക്ഷേ നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ഇന്ന് രാത്രി വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നമ്മൾക്ക് ഒരു തിരുവചനം വായിച്ച് നമ്മൾക്ക് ഇന്ന് രാത്രിയിൽ തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം.
ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 40, 41, 42 അതിനുശേഷം 49-ാമത്തെ വാക്യം വായിച്ച് ദൈവം ചെയ്ത് സഹായിക്കാം. 8-ാം അധ്യായം 40, 41, 42, 49-ാമത്തെ വാക്യം. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവർ എല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. അവൻ ഏകദേശം 12 വയസ്സുള്ള ഏകജാതമായ ഒരു മകളുണ്ടായിരുന്നു. അവൾ മരിപ്പാറായതുകൊണ്ട് തൻ്റെ വീട്ടിൽ വരണം എന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. 49. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒരാൾ വന്ന് നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറ് എന്താ പറഞ്ഞത്? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന യേശുവേ, ഈ നല്ല രാത്രിയിൽ കർത്താവിന്റെ തിരുവചനവുമായി അങ്ങയുടെ ദാസനായിരിക്കുന്ന അടിയാൻ നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, മഹത്വപ്പെടുത്തുവാൻ, മരിച്ചവർക്ക് ജീവൻ കൊടുക്കുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ഈ വചനം ദൈവകരങ്ങളിൽ സ്തോത്രത്തോടെ തരുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, യിരെമ്യാവിന്റെ പുസ്തകം വായിക്കേണ്ട 32-27 വായിക്കുമ്പോൾ, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത കാര്യങ്ങൾ വല്ലതുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത കാര്യങ്ങൾ വല്ലതുമുണ്ടോ? മറുപടി നിങ്ങളാണ് പറയേണ്ടത്. നമ്മൾ സേവിക്കുന്ന ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് രാത്രി ഇവിടെ കൂടി വന്നിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന്, നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് കഴിയാത്തതായ ഒരു കാര്യങ്ങളുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ വിളിച്ചു പറയാം, നമ്മുടെ യേശുവിന് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചത് യായിറോസിന്റെ മകൾ മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ഈ വാക്യത്തൊന്നും അധികമായി പ്രസംഗിക്കാറില്ലെങ്കിലും ഇന്ന് രാത്രിയിൽ പറയട്ടെ, മരിച്ച ലാസറിന് ജീവൻ കൊടുത്ത ദൈവം യായിറോസിന്റെ മകൾക്ക് ജീവൻ കൊടുക്കുവാനിടയായി തീർന്നു. ഞാൻ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുകയാണ്. ആമേൻ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമേ ഇല്ല എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ഈ ചന്ദ്രൻ നിങ്ങളുടെ മധ്യത്തിൽ ഒരു സാക്ഷിയായി നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങളുടെ ആലയത്തിലേക്ക് ഒരു ബ്രാഹ്മണ സ്ത്രീ തന്റെ 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ 2 കൈകളിലേന്തി സ്വതന്ത്രം ഞങ്ങളുടെ ആലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാൻ കൊണ്ടുവന്നു. ഈ കുഞ്ഞിനെ 2 കൈകളിലേന്തി തുണി മൂടി പുതച്ചുകൊണ്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഈ കുഞ്ഞ് രക്ഷപ്പെടത്തില്ല, ഈ കുഞ്ഞിന് ക്യാൻസർ ആണ്, ശരീരത്തിൽ മുഴകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് കണ്ട വർഷം തന്നെ എന്റെ പ്രാർത്ഥന കൊണ്ടൊന്നും നടക്കത്തില്ല എന്നെനിക്ക് മനസ്സിലായി. എങ്കിലും വന്നതല്ലേ, പ്രാർത്ഥിച്ചയക്കാം എന്ന് ചിന്തിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, എനിക്ക് കഴിയാത്ത കാര്യങ്ങൾ വല്ലതുമുണ്ടോ? പ്രൈസ് ദി ലോർഡ്.
ചില നിമിഷങ്ങൾ ഈ ദൈവ ശബ്ദം ഞാൻ കേട്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തോട് ഞാൻ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഒരു 20-25 നിമിഷം ആത്മാവിൽ നിറഞ്ഞ് ഞാൻ ദൈവത്തെ ആരാധിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മ നിയോഗത്താൽ കുഞ്ഞിന്റെ മേൽ കൈവച്ച് ഈ കുഞ്ഞിന്റെ ശരീരത്തിലുള്ളതായ ക്യാൻസർ രോഗങ്ങൾ, ശരീരത്തിലുള്ള മുഴകളെല്ലാം, സകല രോഗങ്ങളും രോഗശക്തികളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുവാൻ കൽപ്പിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു. അപ്പോൾ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഈ മാതാവിന്റെ ഒരു വലിയ സന്തോഷം, ധൈര്യം. കാരണം എന്റെ കുഞ്ഞിന് വേണ്ടി പ്രൈസ് ദി ലോർഡ് ഈ ദൈവദാസൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന കണ്ടപ്പോൾ ആ സഹോദരി സന്തോഷത്തോടെ കടന്നുപോയി. എന്നാൽ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ആദ്യം കുഞ്ഞിന്റെ ശരീരത്തിലുള്ള തുണി മാറ്റി നോക്കുമായിരുന്നു. എന്നാൽ മൂന്നാമത്തെ ദിവസം ഈ തുണി കുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റി നോക്കിയപ്പോൾ ശരീരത്തിൽ ഒരൊറ്റ മുഴകൾ പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞിന്റെ മാതാവിന് കർത്താവ് സൗഖ്യമാക്കുമെന്ന് വിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളിലായിരുന്നാലും, പ്രതികൂലത്തിലായിരുന്നാലും, രോഗാവസ്ഥയിലായിരുന്നാലും, സാമ്പത്തികമായി എത്ര വലിയ പ്രശ്നത്തിന്റെ മധ്യത്തിലായിരുന്നാലും, ഇന്ന് രാത്രി നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. കരങ്ങൾ തരാൻ പറഞ്ഞാൽ ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല. ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എത്ര വലിയ ദുഷ്ട ഹൃദയമുള്ളവര് പോലും, എത്ര വലിയ ദുഷ്ടതയുള്ളവരായിരുന്നാലും, എത്ര കല്ല് പോലെയുള്ള ഹൃദയമായിരുന്നാലും അവരത് കേട്ട് അവരുടെ ഉള്ളം മാനസാന്തരപ്പെടാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം എന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനത്തെ കുറിച്ച് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം വാക്യത്തിൽ പ്രൈസ് ദി ലോർഡ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയാകുന്നു, വചനം ദൈവമാകുന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞേ ഹല്ലേലൂയ. വചനത്തെ കുറിച്ച് പാറയെ ഉടയ്ക്കുന്ന ചുറ്റികയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും ദൈവത്തിന്റെ വചനത്തിന് മൂർച്ചയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതിന്റെ ഒരു വലിയ സാക്ഷിയാണ് ഞാൻ. ഇവിടെ ഇരിക്കുന്ന മാത്യു കുട്ടി അച്ചായനൊക്കെ അവരുടെ മകളൊക്കെ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലാണ്. ഞങ്ങൾക്ക് ആ കുടുംബത്തിന് വലിയ ബന്ധമുണ്ട് വർഷങ്ങളോളമായിട്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞാൻ പറയുന്നത്, ഈ ചന്ദ്രൻ പ്രൈസ് ദി ലോർഡ് ഏകദേശം 12 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കരമായ മദ്യപാനിയായിരുന്നു. മദ്യപിച്ച്, അദ്ദേഹം ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. മദ്യപിച്ച് വലിയ കടക്കാരനായി തീർന്നുണ്ടായിരുന്നു. വീടും സ്ഥലം വിറ്റ് കളഞ്ഞ് പിന്നീട് ഞങ്ങൾ വീടില്ലാത്തവരായി തീർന്നു. എന്നാൽ 12 വയസ്സുള്ള ഞാൻ എന്റെ അമ്മയുടെ കഷ്ടപ്പാടുകളും വേദനകളും കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ അന്ന് ഒരേ ഒരു ചിന്ത, എങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് മദ്രാസോ ബോംബെയോ ബാംഗ്ലൂരിലോ പോകണം, പണമുണ്ടാക്കണം, എന്റെ അമ്മയുടെ കണ്ണുനീർ തുടയ്ക്കണം, വീടില്ലാത്ത ഞങ്ങൾക്കൊരു വീട് വേണം. ഇതായിരുന്നു ആ കൊച്ചു പ്രായത്തിൽ എന്റെ ആഗ്രഹം. അങ്ങനെ ദൈവമക്കളെ 12 വയസ്സുള്ളപ്പോൾ തന്നെ മദ്രാസിലോട്ട് കടന്നുപോയി. അനേക വർഷങ്ങൾ ആ പട്ടണത്തിൽ ചിലവഴിച്ചു. എന്നാൽ വീട് നന്നാക്കാൻ പോയ ഞാൻ
എന്റെ അച്ഛനേക്കാളും വലിയ മദ്യപാനിയായി തീരുവാനിടയായി തീർന്നു. പിന്നീട് ബാംഗ്ലൂർ പട്ടണത്തിൽ വന്ന് ഭയങ്കരമായ മദ്യപാനി, എനിക്ക് അനേകവിധമായ രോഗങ്ങൾ എന്നിൽ ഉണ്ടാകുവാനിടയായി തീർന്നു. ഒരു ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പല രോഗങ്ങളുണ്ട്, എക്സ്റേ എടുക്കണം, സ്കാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും എന്റെ കയ്യിൽ പണമില്ലായിരുന്നു. അങ്ങനെ 5 ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ടും എന്റെ രോഗം കൂടുന്നതല്ലാതെ എനിക്ക് കുറഞ്ഞില്ല. ആ സമയത്ത് എന്റെ ഭാര്യ ഹിന്ദു ദൈവങ്ങളിൽ വലിയ വിശ്വാസമുള്ളവളായിരുന്നു. അവിടെ പ്രകാരം പറഞ്ഞു, നമ്മുടെ ദൈവങ്ങളിൽ വിശ്വസിക്കാത്തത് കൊണ്ടും പ്രാർത്ഥിക്കാത്തത് കൊണ്ടുമാണ് രോഗസൗഖ്യം ലഭിക്കാത്തത് എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ വാക്ക് കേട്ടപ്പോൾ എല്ലാ ദൈവങ്ങളുടെ പേരുകൾ അറിയില്ല എങ്കിലും അറിയപ്പെടുന്ന ചില ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഒരൊറ്റ ദൈവങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കഴിഞ്ഞില്ല. രോഗക്കണക്കിന് 29 ദിവസം ഞാൻ കിടന്നു. അന്ന് ആഹാരത്തിനൊരു വഴിയില്ല. ആ പാർക്കുന്ന ദേശത്ത് അറിയപ്പെടുന്നവരാരുമില്ല. ഇന്നോ നാളെയോ എനിക്ക് മരണം സംഭവിക്കാം. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഞാൻ കിടക്കുമ്പോഴാണ് 29ാമത്തെ ദിവസം ദൈവം അയച്ചിട്ട് 2 ദൈവദാസന്മാരെ ഞങ്ങളുടെ ആ ദേശത്തിലേക്ക് ദൈവം അയച്ചു. സ്തോത്രം. ഞങ്ങളുടെ വീടിന്റെ മുൻപിലെത്തിയപ്പോൾ അന്ന് ഞങ്ങൾ പാർക്കുന്നത് വെറും 25 രൂപ വാടകയുള്ള ഒരു കൊച്ചു റൂമാണ്. അവിടെ കറണ്ട് ഇല്ല, ചാണകം മെഴുകുന്ന ഒരു റൂമായിരുന്നു. ഒരു സൗകര്യമില്ലാത്ത ആ ദേശത്തെ ഏറ്റവും ചെറിയ വീടായിരുന്നു. പറയട്ടെ, ആ മരണക്കിടക്ക് ഞാൻ കിടക്കുമ്പോഴാണ് യേശു തന്റെ 2 ദാസന്മാരെ ആ ദേശത്തിലേക്ക് അയച്ചു. ഞങ്ങളുടെ വീടിന്റെ മുൻപിൽ വന്നപ്പോൾ എന്റെ ഭാര്യ നിറകണ്ണുകളോടുകൂടെ നിൽക്കുകയാണ്. ഈ സഹോദരന്മാര് വന്നപ്പോൾ മലയാളികളാണ്, എന്റെ ഭാര്യയും മലയാളിയാണെന്ന് മനസ്സിലായി. എന്താണ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നു, വിഷമിച്ചിരിക്കുന്നു പറഞ്ഞപ്പോൾ പറഞ്ഞു, എന്റെ ഭർത്താവ് അവിടെ സീരിയസ് ആയി കിടക്കാണ്, ഞങ്ങൾക്ക് ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞു. അവർ വീടിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഞാൻ വളരെ ശോഷിച്ച് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. മലയാളികളായ അവർ എന്നെ കണ്ടപ്പോൾ അവർക്ക് വലിയ ദുഃഖമുണ്ടായ അവസരം പറഞ്ഞു, ചന്ദ്ര, നീ യേശുവിനെ വിശ്വസിച്ചാൽ നീ മരിക്കത്തില്ല. നീ യേശുവിനെ വിശ്വസിച്ചാൽ ദൈവം നിന്റെ രോഗങ്ങളെല്ലാം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് ശാന്തമായി പറഞ്ഞു, എന്റെ പേര് ചന്ദ്രൻ എന്നല്ലേ, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവർ ബൈബിൾ തുറന്നു. യോഹന്നാന്റെ സുവിശേഷം 1:12, അപ്പോസ്തല പ്രവൃത്തികൾ 4:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവരെല്ലാം ദൈവത്തിന്റെ മക്കളായി തീരുമെന്ന് ദൈവവചനം എന്നെ വായിപ്പിച്ച് കേൾപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 4:12. മറ്റൊരുത്തനിൽ രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒരു നാമം യേശുവിന്റെ നാമം എന്ന് പറഞ്ഞു. ചന്ദ്ര, യേശു ഈ ലോകത്തിൽ വന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ടല്ല, ലോകത്തിലുള്ള സകല മാനവജാതിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു വന്നത്. അതുകൊണ്ടാണ് നിന്റെ അടുക്കലേക്ക് ദൈവം ഞങ്ങളെ അയച്ചെന്ന് പറഞ്ഞു. ഒരൊറ്റ കാര്യം നീ ചെയ്താൽ മതി, യേശുവിനെ വിശ്വസിച്ചാൽ മതി. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, യേശുവേ, ഇവർ പറയുന്ന ദൈവം സത്യദൈവമാണെങ്കിൽ ഞാൻ മരണത്തിൽ വിടുവിച്ചാൽ, എനിക്ക് രോഗസൗഖ്യം തന്നാൽ, എന്റെ ജീവിതകാലം മുഴുവനും നീ മാത്രമാണ് എന്റെ ദൈവമെന്ന് എന്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു. പുറത്താരും കേട്ടില്ല.
പക്ഷേ സ്വർഗത്തിലെ ദൈവം അത് കേട്ടു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് ഒരു ദൈവശക്തി എന്റെ ശരീരത്തിലേക്ക് ഇറങ്ങി വരുവാനിടയായി. സ്തോത്രം. ആ ശക്തി ഞാൻ അനുഭവിച്ചറിഞ്ഞു. ആ ശക്തി എന്റെ ശരീരത്തിലേക്ക് വന്നപ്പോൾ എന്തൊക്കെയോ എന്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞു. വിട്ടുപോകുന്നതായിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞു. ചുരുക്കി പറയട്ടെ, ദൈവത്താൽ അയക്കപ്പെട്ട ദൈവദാസന്മാരുടെ പ്രാർത്ഥന കേട്ട് 29 ദിവസം രോഗക്കിടക്കിൽ കിടന്ന് ഞാൻ ഒരൊറ്റ ഡോക്ടർമാരെ കൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിയാത്ത രോഗം അതുവരെയും വിശ്വസിച്ചു വന്ന ഒരൊറ്റ ദൈവങ്ങൾക്ക് എന്റെ രോഗത്തിൽ നിന്ന് വിടുവിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുവിനാൽ അയക്കപ്പെട്ട ദാസന്മാർ പ്രാർത്ഥിച്ച ഉടനെ കണ്ണടച്ച് തുറക്കുന്നതിനുള്ളിൽ അത്ഭുത രോഗസൗഖ്യം എനിക്ക് തന്ന ഒരു സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുത രോഗസൗഖ്യം എനിക്ക് തന്നു. അന്ന് തന്നെ ഞാനും എന്റെ ഭാര്യയെ അനുഭവം ഉണ്ടായപ്പോൾ അന്ന് തന്നെ പിറ്റേ ദിവസമല്ല, വീട്ടില് അനേക ദൈവങ്ങളുടെ ഫോട്ടോകളുണ്ട്. ആ ഫോട്ടോ ഒക്കെ ഇറക്കി പുറത്ത് കൊണ്ടുപോയി തീയിട്ട് ചുട്ടരിച്ച് കളഞ്ഞു. അന്ന് മുതൽ യേശുവിനെ ദൈവമായി അംഗീകരിച്ചു. രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ആത്മാഭിഷേകത്തിൽ നിറയുവാനിടയായി. ആരംഭത്തിൽ പറഞ്ഞു, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ്, ഈ സഭയുടെ അതിരുകൾ ദൈവം വിശാലമാക്കാൻ പോകുകയാണ്. ഈ സഭയെ ദൈവം വളർത്തുവാൻ പോകുകയാണ്. ഈ സഭയെ ദൈവം ഉയർത്തുവാൻ പോകുകയാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. അവരെ ദൈവം ഉയർത്തുവാൻ പോകുകയാണ്. അവരെ ദൈവം വിശാലതയിലേക്ക് നടത്താൻ പോകുകയാണ്. അതിരുകളെ വിശാലമാക്കാൻ പോകുകയാണ്. വായി തുറന്ന് സ്തോത്രം പറഞ്ഞ വിശ്വസിക്കുന്നവരുടെ സ്തോത്രം പറഞ്ഞ ഇന്ന് രാത്രിയിലൂടെ അത്ഭുതം നടക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി അത്ഭുതം നടക്കാൻ പോകുകയാണ്. ദൈവം ചിലവരെ തൊടുവാൻ പോകുകയാണ്. ദൈവം ചിലവരെ ശക്തിപ്പെടുത്താൻ പോകുകയാണ്. ചില വ്യക്തികളോട് പോരാടുന്ന, ചില കുടുംബങ്ങളോട് പോരാടുന്ന, ചില തലമുറകളെ തകർക്കാൻ നോക്കുന്ന ദുഷ്ടശക്തികൾ ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ സ്വർഗം അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. എല്ലാവരും അന്യഭാഷയോടെ ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ട്. ദൈവാത്മാവിലാണ് വിളിച്ചു പറയുന്നത്. പറയട്ടെ ദൈവമക്കളെ, അന്ന് മുതൽ യേശുവിനെ ഞങ്ങൾ ദൈവമായി അംഗീകരിച്ചു. ഞങ്ങൾ മണിക്കൂർ കണക്കിന് പ്രാർത്ഥിക്കും, ആരാധിക്കും, സ്തുതിക്കും, അന്യഭാഷയോടെ ദൈവത്തെ സ്തുതിക്കും. ഈ വീട്ടിലുള്ള പ്രാർത്ഥന ആരാധന കേട്ട് അനേകര് ആ വീട്ടിലേക്ക് പ്രാർത്ഥിക്കുവാൻ വന്നു. വന്നപ്പോൾ എന്താ സംഭവിച്ചേ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് ആരാധിക്കുന്നത്. ഭൂതങ്ങൾ ബാധിച്ച പലവരിൽ നിന്ന് ഭൂതങ്ങൾ വിട്ടുപോയി. അത്ഭുത രോഗസൗഖ്യം ദൈവം നടത്തി. അനേകരുടെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തടുവാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഒരിക്കലും ഞാനൊരു പാസ്റ്റാകുമെന്നോ അവിടെ ഒരു ആലയം ഉണ്ടാകുമെന്നോ ഒരിക്കലും ചിന്തിച്ചതല്ല. എന്നാൽ ആ വേലയെ ദൈവം വർദ്ധിപ്പിച്ചു. അങ്ങനെ 25 വാടക വീട്ടിൽ ആരംഭിച്ചതായ പ്രാർത്ഥന കൂട്ടായ്മ ദൈവത്തിന്റെ ആലോചന പ്രകാരം വളർന്ന്
ഇന്ന് അതൊരു വലിയ സഭയാക്കി ദൈവം മാറ്റി. ഒരു ഞായറാഴ്ച ദിവസം തന്നെ രാവിലെ മലയാളം സർവീസ് ഒരു ഫ്ലോറിൽ നടക്കുന്നു, മറ്റൊരു ഫ്ലോറിൽ തമിഴ് സർവീസ്, അത് കഴിഞ്ഞാൽ കന്നഡ സർവീസ്, ഒരു ചെറിയ ഇംഗ്ലീഷ് കൂട്ടായ്മ നടക്കുന്നു. അതോടൊപ്പം തന്നെ എലങ്ക എയർപോർട്ടിൽ പോകുന്ന റോട്ടിൽ ഒരു ആരാധനയുണ്ട്, പീരിയായിൽ ഒരു ആരാധന. അങ്ങനെ 6ഓളം ആരാധനയിൽ സുമാറ് ആമേൻ 750-800ഓളം ആത്മാക്കളെ ദൈവം തന്നു. സ്വന്തം പറഞ്ഞാൽ ഹല്ലേലൂയ. അപ്പോൾ അന്ന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും കഷ്ടതകളും വേദനകളും ദുഃഖങ്ങളും വലിയതായിരുന്നു ദൈവമക്കളെ. എന്നാൽ അന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട്, എനിക്ക് പഠിപ്പില്ല, എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവർക്ക് നല്ല വസ്ത്രം കൊടുക്കണം, നല്ല ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്റെ മൂത്ത മകൾ 4ാം ക്ലാസ് കഴിഞ്ഞ് 5ലേക്ക് ജയിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം ഉപവാസം ഇരുന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. അതിന്റെ കാരണം എന്നേക്കാൾ ഒരു ക്ലാസ് കൂടുതൽ എന്റെ മകള് പഠിച്ചു. സ്തോത്രം. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ വലിയ വിഷയമായിട്ട് തോന്നില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുതമല്ലേ. 5, 6, 7, 8, 9, 10 എന്റെ മോള് കോളേജിലേക്ക് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കോളേജിൽ പോയി വലിയ മാർക്കോട് കൂടെ പാസ്സായി. എന്റെ മോളോട് ചോദിച്ചു, മോളെ, ഇനി നിനക്ക് എന്ത് പഠിക്കാൻ ആഗ്രഹം? അവൾ പറഞ്ഞു, ഡാഡി, നേഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഡാഡിയുടെ കയ്യിൽ 10 പൈസയില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നെ വളരെ ശക്തിപ്പെടുത്തുന്നത് ദൈവത്തിന് കഴിയാത്ത കാര്യമൊന്നുമില്ല. നല്ല മാർക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ബാംഗ്ലൂരിലെ രാമയ്യ മെഡിക്കൽ കോളേജിൽ BSc നേഴ്സിംഗിന് ഫ്രീ അഡ്മിഷൻ ദൈവം കൊടുത്തൊരു സ്വതന്ത്രം പറഞ്ഞു. ഇതിന്റെ രഹസ്യം, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടെ കൊയ്യും. ഇന്ന് രാത്രി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈദ്യന് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം മറുപടിയുണ്ട്. ഇന്ന് രാത്രി ചിലവർക്ക് മറുപടി തരുവാൻ പോകുകയാണ്. ഈ ദിവസങ്ങൾ നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ പോകുകയാണ്. നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ പോകുകയാണ്. അങ്ങനെ BSc നേഴ്സിംഗിന് ഈ 4ാം ക്ലാസ്സുകാരന്റെ മകള് പഠിക്കുക. ഓർത്ത് നോക്കി, 2ാമത്തെ മകൻ സെക്കൻഡ് PUC സെന്റ് ജോസഫ് കോളേജിൽ പഠിപ്പ് കഴിഞ്ഞു. അപ്പോൾ മോനോട് ചോദിച്ചു, ഇനി നിനക്ക് എന്താ പഠിക്കേണ്ടത്? അവൻ പറഞ്ഞു, ഡാഡി, എന്റെ ജീവിതത്തിൽ എനിക്ക് പിന്നെ പഠിക്കേണ്ട, എന്റെ ജീവിതകാലം മുഴുവനും ദൈവത്തിന്റെ വേല ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ബൈബിൾ കോളേജിൽ പഠിച്ചിരുന്ന അവൻ ഇംഗ്ലീഷിലും കന്നഡ ഭാഷയിലും തമിഴ് ഭാഷയിലും മലയാളത്തിലൊക്കെ നന്നായി പ്രസംഗിക്കുന്ന ഒരു മകനാണ്. പ്രൈസ് ദി ലോർഡ്. മൂത്ത മകൾക്ക് ഒരു മകനെ ദൈവം കൊടുത്തു. 2ാമത്തെ ഈ മകൻ പാസ്റ്റർക്ക് 3 മക്കളെ ദൈവം കൊടുത്തു. ഇനി 3ാമത്തെ ഒരു മകളുണ്ട്, എസ്തർ. പ്രൈസ് ദി ലോർഡ്. അവൾക്ക് 2 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. ഞാൻ പറയുന്നത്, ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇതങ്ങ് നിങ്ങൾ ആഴമായിട്ട് അങ്ങ് വിശ്വസിച്ചോ, ആഴമായിട്ട് അങ്ങ് വിശ്വസിച്ചോ. ഈ വചനത്തിന് മാറ്റമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ അനുഭവത്തിലേക്ക് വന്നപ്പോൾ എന്റെ അമ്മ പറഞ്ഞു, എനിക്ക് 4ാമത്തെ ഒരു മകനുണ്ട്, ചന്ദ്രൻ, അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു. മനസ്സിലായോ? എനിക്കത് കേൾക്കുമ്പോൾ എത്ര വേദന ഉണ്ടായിരിക്കും. പക്ഷേ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. 7ാമത്തെ വർഷം ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. എന്റെ അമ്മയുടെ ഒരു ഭാഗം മുഴുവനും തളർന്നു കിടന്നു. സ്വന്തം. അങ്ങനെ ഞാൻ കേട്ടവൻ ഓടിപ്പോയില്ല. അമ്മ മരിക്കാൻ കിടക്കുന്ന നേരത്ത് പറഞ്ഞു, എനിക്ക് എന്റെ മകനെ കാണണമെന്ന്. ഞാൻ ഒരു 3 ദിവസം ഉപവാസം ഇരുന്ന് നാട്ടിലോട്ട് യേശുവിനെയും കൊണ്ടുപോയി. സ്വതന്ത്രം. ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. അമ്മയോട് അവിടെ ഇരുന്ന് ഞാൻ സുവിശേഷം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അമ്മ യേശുവിനെ, എന്റെ ദൈവത്തെ ദൈവമായി അംഗീകരിച്ചാൽ അമ്മയ്ക്ക് ദൈവം അത്ഭുത രോഗസൗഖ്യം തരുമെന്ന് പറഞ്ഞു. സ്വതന്ത്രം.
അമ്മ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. എന്താ സംഭവിച്ചെന്ന് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. 5-ാമത്തെ ദിവസം അമ്മയെ രോഗക്കിടക്കയിൽ നിന്ന് കർത്താവ് എഴുന്നേൽപ്പിച്ചു. ദൈവം എഴുന്നേൽപ്പിച്ചു. അമ്മ രക്ഷിക്കപ്പെട്ടു. അമ്മ സ്നാനപ്പെടുവാൻ സ്വർഗത്തിന് ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഇന്ന് മിക്കവാറും പേര് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ രക്ഷിക്കപ്പെടുവാൻ സ്വർഗത്തിന് ദൈവം ഇടയാക്കി. ഇന്ന് രാത്രിയിൽ പറയട്ടെ, നമ്മുടെ കർത്താവിന് അസാധ്യമായ ഒരു കാര്യങ്ങളുമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 40, 40, 42 ഒന്നും കൂടെ ഒന്ന് വായിച്ചാട്ടെ. യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. നോക്കുക, പുരുഷാരം എല്ലാം വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും പുരുഷാരം അവൻ എങ്ങനെയാണ് കൈക്കൊണ്ടത്? സന്തോഷത്തോടെ കൈക്കൊണ്ടൊരു സ്തോത്രം പറഞ്ഞാട്ടെ. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നവരാണ്, യേശുവിന്റെ മക്കളാണ്. നിങ്ങളുടെ മുഖം വാടിപ്പോകരുത്, അധൈര്യപ്പെട്ടിരിക്കരുത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്ന് പറഞ്ഞ ദൈവം, ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ ദൈവം, മറന്നു കളയത്തില്ല എന്ന് പറഞ്ഞ ദൈവം ഇന്ന് രാത്രി നിന്നോട് സംസാരിക്കണം മകനെ. സ്വന്തം ഞാൻ ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വ്യക്തികൾ അവരുടെ തലമുറകളെ ചൊല്ലി അലമുറയിട്ട് നിലവിളിക്കുന്ന ദൈവത്തിന്റെ വൈതലേ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങളെ, കെട്ടുകളെ എന്റെ ദൈവം പൊട്ടിച്ച് നിന്റെ തലമുറകളെ സ്വതന്ത്രരാക്കാൻ പോകുകയാണ്. ഞാൻ ഈ വാക്കുകൾ പ്രസംഗിച്ചുകൊണ്ട് ദൈവാത്മാവ് എന്റെ ഉള്ളിൽ തരികയാണ്. ഒരു മാതാപിതാക്കൾക്ക് 2 മക്കൾ ഉണ്ടായിരുന്നു. നല്ല ഭക്തിയോടെ ജീവിക്കുന്നവരാണ്. എന്നാൽ ആ പെൺകുട്ടി കോളേജ് പഠനത്തിനായി പോയപ്പോൾ ലോകമോഹങ്ങളിൽ കുടുങ്ങി. പ്രൈസ് ദി ലോർഡ്. അവൾ വഷളത്വത്തിൽ ജീവിക്കുക മാത്രമല്ല വലിയ മദ്യപാനിയായി തീരുവാനിടയായി തീർന്നു. ആ മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ നാടുകളോളം ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുവാനിടയായി. ഒരു ദിവസം രാത്രിയിൽ ഇവൾ കൂട്ടുകാരികളോടുകൂടെ ആ നൈറ്റ് ക്ലബിന് പോയി മടങ്ങി പോകുമ്പോൾ ഒരു ദൈവദാസൻ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു. അവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ദൈവദാസനോട് പറഞ്ഞു, നീ അവളുടെ അടുക്കൽ പോയി യേശുവിനെ കുറിച്ച് പറയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആത്മാവുള്ള ദൈവദാസൻ ദൈവത്തിന്റെ വാക്ക് കേട്ട് അവളുടെ അടുക്കലേക്ക് ചെന്ന് ഇപ്രകാരം പറഞ്ഞു, മകളെ, യേശു നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നെ കർത്താവ് സ്നേഹിക്കുന്നു. അതെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. സ്വതന്ത്രം. അവൾ അവിടെ പൊട്ടിക്കരഞ്ഞ്, അയ്യോ, ഞാൻ കർത്താവിനെ വിട്ടകന്നു പോയി, ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്കൊരു വലിയ മാനസാന്തരം ദൈവം വീണ്ടും കൊടുത്ത് ഈ ദൈവദാസനും അവളുമായി അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ രാത്രിയിൽ ആ മാതാപിതാക്കൾ മുറിയിലിരുന്ന് ഈ മകൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. കതക തട്ടിയപ്പോൾ നിറകണ്ണുകളോടുകൂടെയാണ് മാതാപിതാക്കൾ വന്നത്. ആ മകളെ കണ്ട് അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവാത്മാവിനെ വിളിച്ചു പറയാണ്, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കരയുന്ന, ഉപവസിക്കുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം നിനക്ക് ഒരു മറുപടി തരുവാൻ പോകുകയാണ്. ദൈവത്തിന്റെ തലമുറകളെ തൊടുവാൻ പോകുകയാണ്. യായിറോസിന്റെ മകൾ, ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ദൈവാത്മാവിന്റെ ഉള്ളിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്. യായിറോസിന്റെ മകൾ മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ യേശു എന്താണ് പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. യേശു എന്താണ് പറഞ്ഞത്?
പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു. അവൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. യേശു അത് കേട്ടാറേ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് കൈകളിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്നാൽ അവൾ രക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ പിന്നീട് സംസാരിക്കാം. ഇവിടെ അതിന്റെ 41-ാം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു. നോക്കൂ ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ കാൽക്കലാണ് വീണത്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവന്റെ കാൽക്കൽ വീണിട്ടുള്ളവരെ അവരെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. പറയാമോ? അവന്റെ കാൽക്കൽ വീണിട്ടുള്ളവരെ, അവന്റെ കാലുകളെ കെട്ടിപ്പിടിച്ചിട്ടുള്ളവരെ, അവന്റെ കാൽക്കൽ വീണ് നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന്, തന്റെ മകൾക്ക് പ്രശ്നമുണ്ടായപ്പോൾ അവൻ നേരെ വന്നത് യേശുവിന്റെ അടുക്കലേക്കാണ്. യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ തന്നെ വരുന്നവന് ഒരു വലിയ വിശ്വാസമുണ്ട്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. വരുന്നവന് ഒരു വലിയ വിശ്വാസമുണ്ട്. എന്ത്? എന്റെ മകൾക്ക് രോഗമാണ്, അവൾ മരിച്ചാലും അവളുടെ ജീവൻ തിരികെ തരുവാൻ യേശു മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ കാൽക്കൽ വീണ് അവൾ നിലവിളിക്കുവാനിടയായി തീർന്നു. അവൻ സ്തോത്രം. എന്നിട്ട് എന്താണ് പറഞ്ഞത്? അവൻ ഏകദേശം 12 വയസ്സ് ഉള്ള ഏകജാതിയായ ഒരു മകൾ ഉണ്ടായിരുന്നു. അവൾക്കും അവനുള്ളത് ഒരേ ഒരു മകളാണ്. അവൾക്ക് എത്ര വയസ്സ്? 12 വയസ്സ്. വേറെ മക്കളില്ല, വേറെ മക്കളില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ മകനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ അവനെ ദൈവം പിടിച്ചത് ഇങ്ങനെയാണ്. രണ്ട് പെൺകുട്ടികളുടെ ഒരു ആൺകുട്ടിയാണ്. സ്തോത്രം. അപ്പോൾ പലരും പറഞ്ഞു, ഇതിനാണ് ചന്ദ്രൻ പാസ്റ്റേ, അവൻ കുറേ ഡിഗ്രി അതൊക്കെ പഠിക്കട്ടെ, അവൻ വളർന്നു വരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, അവന്റെ ഇഷ്ടം എന്താണ് അതാണ് അവന്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. ഒരേ ഒരു മകനുള്ളവനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വിട്ടു. ഇന്ന് അവൻ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പോയി വചനം പ്രസംഗിച്ച് ആയിരങ്ങളെ കർത്താവിലേക്ക് വഴി നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കൂ, ഒരേ ഒരു മകളെ അവനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവന്റെ വേദന എത്ര വലിയതായിരിക്കും, അവന്റെ ദുഃഖം എത്ര വലിയതായിരിക്കും. പോട്ടെ, 5 മക്കൾ ഉണ്ടായിരുന്നാലും 10 മക്കൾ ഉണ്ടായിരുന്നാലും, പ്രൈസ്, നമ്മുടെ തലമുറകൾ ഒന്നും നശിച്ചു പോകുന്നത്, നഷ്ടപ്പെട്ടു പോകുന്നത്, ജീവൻ പോകുന്നത് അതാർക്കും സഹിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രത്യേകം പറയുന്നു, അവന്റെ കാൽക്കൽ വീണു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 2 രാജാക്കന്മാർ വായിക്കേണ്ട 20:5 വായിക്കുമ്പോൾ, ഹിസ്കിയാവിന്റെ പ്രാർത്ഥന ദൈവം കേട്ട്, കണ്ണുനീർ ദൈവം കണ്ട്, അവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം കൊടുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 6 വായിക്കുമ്പോൾ, കണ്ണുനീർ കൊണ്ട് അവിടെ കട്ടിൽ നനച്ചുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. 56:8 വായിക്കുമ്പോൾ, എന്റെ കണ്ണുനീർ തുരുത്തിയിൽ ആക്കി വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 126:5 വായിക്കുമ്പോൾ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടുകൂടെ കൊയ്യുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നൈൻ പട്ടണത്തിലെ വിധവയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അവൾക്കുണ്ടായിരുന്നത് ഒരേ ഒരു മകനാണ്. സ്വന്തം ആ മകൻ എന്തായി? മരിച്ചു പോകുവാനിടയായി തീർന്നു. ആ ദേശത്തിന്റെ മറ്റാരേക്കാളും അവളുടെ വേദന വലിയതായിരുന്നു, ദുഃഖം വലിയതായിരുന്നു. അങ്ങനെ ഈ കുഞ്ഞിനെ അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുമ്പോഴാണ്, പ്രൈസ് ദി ലോർഡ്, യേശുവും തന്റെ ശിഷ്യന്മാരും ഒരു വലിയ ജനക്കൂട്ടം എതിരെ വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി അല്പം കഴിഞ്ഞ് എന്താ സംഭവിക്കുക? ഈ കുഞ്ഞിനെ അടക്കം ചെയ്യാൻ കുഴി വെട്ടിയിരിക്കുകയാണ്, അടക്കം ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ
തക്ക സമയത്ത് യേശു അവിടെ കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരയുന്നവളോട് പറഞ്ഞു, സ്ത്രീയെ നീ കരയേണ്ട. സ്തോത്രം. ഇന്ന് ദൈവാത്മാവ് പറയാണ്, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയാണ്, കരയുന്ന സഹോദര, കരയുന്ന സഹോദരി, ദൈവാത്മാവ് പറയാണ്, നീ കരയേണ്ട, നീ കരയേണ്ട. കരയേണ്ടെന്ന് പറഞ്ഞ ചന്ദ്രൻ പാസ്റ്റല്ല, ലോകത്തിലാരുമല്ല, യേശുവാണ് പറഞ്ഞത്. അവളോട് പറഞ്ഞു, കരയേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ കരഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ചില വ്യക്തികളുണ്ട്, കരയുന്ന ചില വ്യക്തികളുണ്ട്. നീ കരയുന്ന വിഷയം എത്ര വലിയതായിരുന്നാലും ഇന്ന് രാത്രി കരയുന്ന വിഷയത്തിന്മേൽ ദൈവം നിനക്ക് ഒരു വിടുതൽ തരാൻ പോകുകയാണ്. സ്തോത്രം. വായി തുറന്നാട്ടെ, വായി തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും അവിശ്വസിക്കേണ്ട, ആരും യേശുവിനെ സംശയിക്കേണ്ട. ഇന്ന് രാത്രി കരയുന്ന വിഷയത്തിന് ദൈവം പരിഹാരം തരുവാൻ പോകുകയാണ്, ദൈവം വിടുതൽ തരുവാൻ പോകുകയാണ്, ദൈവത്തിന്റെ കരം നിന്നെ തൊടാൻ പോകുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ആലയത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, ഇതിന്റെ അതിരുകൾ വിസ്താരമാകാൻ വേണ്ടി ഒരുപാട് ദൈവദാസൻ, ദൈവസഭ കരഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവാത്മാവിൽ ഞാൻ കാണുകയാണ്, ഈ സഭയുടെ ഉയർച്ച, ഇതിന്റെ വളർച്ച തടയുന്ന ചില ദേശാധിപതി ശക്തികൾ, അന്യാരാധന ശക്തികൾ ഹല്ലേലൂയ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആ ദേശാധിപതി ശക്തിയുടെ മേൽ, ഇരുട്ടിന്റെ ആത്മാവിന്റെ മേൽ, അന്യാരാധന ശക്തിയുടെ മേൽ ഒരു ജയം ഇന്ന് രാത്രി തരുവാൻ പോകുകയാണ്. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ്, എനിക്കൊരു ഗൈഡൻസ് ദൈവം തരികയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു നിമിഷം ഈ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. വചനം നമ്മൾ വായിച്ച ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നുമില്ല. ഓ, ഒരു മനസ്സോടെ, ഒരു മനസ്സോടെ വായി തുറന്നാട്ടെ ദൈവമക്കളെ, വായി തുറന്നാട്ടെ. ജുമരമനഗ ശൈദനീഹൽ കരഹ അവരാനഗല ധീമേ നിമ്മല നഗശ രക്ഷനാഗ ഉദരമനഗല ധീമാരംഭലേഗ ശിവരമനഗ ശൈദനാഗ ഉദരമനഗല ധീമന ശൈദനീഹൽ. ശക്തി വ്യാപരിക്കട്ടെ, ശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വേദനകൾ അഴിയട്ടെ. ഞാൻ എന്റെ സമയം പണിയും, ഞാൻ എന്റെ സമയം പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ക്ഷയിക്കത്തില്ല എന്ന് വാക്ക് പറഞ്ഞ ദൈവമേ. എല്ലാവരും എല്ലാവരും ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, അന്യവാസികളെ പ്രാർത്ഥിക്കുക. ലോകത്തിലുള്ളവരെക്കാളും വലിയവൻ നിന്നോട് കൂടെയുണ്ട്. ലോകത്തിലുള്ള സകല ശക്തികളെക്കാളും വലിയ ശക്തി നിന്നുണ്ട്. ഒരു മനസ്സോടെ ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം.
ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് വാക്ക് പറഞ്ഞ ദൈവം അങ്ങയുടെ ചങ്കിലെ ചോര കൊടുത്ത്, വിലയേറിയ രക്തം കൊടുത്ത്, ജീവനെ കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട സഭയാണ്. ഇപ്പോൾ തന്നെ ഒരു മനസ്സോടെ ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലയത്തിലേക്ക് ആത്മാക്കൾ കടന്നു വരാതെ വേണം ഇതിന്റെ ഉയർച്ചയെ തടയുന്ന, വളർച്ചയെ തടയുന്ന, ശുശ്രൂഷയെ തടയുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നതിന് വിരോധമായി വ്യാപരിക്കുന്ന സകല അന്ധകാര ശക്തികളെ യേശുവിന്റെ നാമത്തിൽ വിടുക, യേശുവിന്റെ നാമത്തിൽ വിടുക, യേശുവിന്റെ നാമത്തിൽ ജയമടയ്ക്കുക, യേശുവിന്റെ നാമത്തിൽ ജയമടയ്ക്കുക. ഓ നിങ്ങളെ ശൈലനാരം അവരെ മരങ്ങളെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇരുന്ന് ചില നിമിഷങ്ങൾ കൂടെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. അതിനുവേണ്ടി പിന്നീട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് നോക്കുന്നതിന് മക്കളെ, ഞങ്ങള് പ്രാർത്ഥന ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവം അത്ഭുതകരമായ വിജയം തരും. ഞാൻ നമ്മൾ പറയട്ടെ, നമ്മുടെ പഠിപ്പൊക്കെ കുറവുള്ള ആളായതുകൊണ്ട് ഞങ്ങളുടെ സഭയിൽ ആരംഭ നാളുകളിൽ പാവപ്പെട്ട തമിഴ്, കന്നഡ കൂലിപ്പണിക്കാരൊക്കെയാണ് വന്നത്, പെയിന്റുകാരൊക്കെ, പെയിന്റ് അടിക്കുന്നത്. അപ്പൊ എന്നെ ഞങ്ങളെ പലരും പരിഹസിക്കാറുണ്ട്, അങ്ങോർക്ക് പഠിപ്പില്ല, അവിടെ ചെല്ലുന്നവരൊക്കെ പാവപ്പെട്ടവരാണ്. അപ്പൊ എനിക്ക് ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് നല്ല പഠിപ്പുള്ളവരെ ദൈവം തരണം, അഴകുള്ളവരെ ദൈവം തരണം, സൗന്ദര്യമുള്ളവരെ തരണം. ചോദിച്ചാൽ തരുവല്ലേ? നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം ഒരു വിടുതൽ തന്നു വിശ്വസിക്കണം. ഇതിന് അതിരുകളെ വിശാലമാക്കുമെന്ന് വിശ്വസിക്കണം. ബൈബിളിൽ തൊട്ട് പറയട്ടെ, ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടപ്പോൾ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് രാമയ്യ മെഡിക്കൽ കോളേജിൽ ഒരു 40 പെൺകുട്ടികൾ ചന്ദ്രൻ പാസ്റ്റ് അന്വേഷിച്ചു വന്നു. എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, ചന്ദ്രൻ പാസ്റ്റ് എവിടെയാ? അന്ന് എന്നെ ഒന്നും കണ്ടാൽ തോന്നുന്നില്ല. ഞാൻ തന്നെയാളെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്താ കാര്യം ചോദിച്ചു. ഒരു പാസ്റ്റേ, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ കിട്ടുന്നുണ്ട്, അത്ഭുതം നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ വന്നാന്ന് പറഞ്ഞു. എന്താ കാര്യം ചോദിച്ചാൽ, ഇവർക്ക് ആ വർഷം പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഉറക്കം വരുന്നു, തോറ്റു പോകുന്നുള്ള പേടി. അപ്പോൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ജയം കിട്ടുന്നിട്ടേ വരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തായിരുന്നാലും ഇവർ സംസാരിച്ചു. ദൈവാത്മാവിനോട് പറഞ്ഞു, നീ അനേക വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസമുള്ളവരെ ജോലിക്കാരെ തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഇവരെ ദൈവം അതിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പ്രവചനാത്മാവിൽ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങള് 40 പേരും ഈ വർഷം പാസ്സാകുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇവർ കേട്ടിട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം രാമയ്യ കോളേജിന്റെ ചരിത്രം 4 എഴുതിയവർ മുഴുവനും പാസ്സായ ചരിത്രമുണ്ടായില്ലെങ്കിലും ചന്ദ്രന്റെ പ്രാർത്ഥന ദൈവം കേട്ട്, എവനേസർ ചർച്ചിന്റെ പ്രാർത്ഥന ദൈവം കേട്ട് അവർക്ക് ആ സെമിസ്റ്റർ എഴുതിയപ്പോൾ റിസൾട്ട് വന്നു. 40 പേരും പാസ്സായി. നമ്മള് ചോദിച്ചാൽ അതുപോലെ ദൈവം ചെയ്യും. 13 കുട്ടികള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ ദൈവയുടെ ഒരു സ്വത്രം മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 38 കുട്ടികൾ വരുന്നു, അടുത്ത സെമിസ്റ്റർക്കാർ. അവരുടെ കാര്യം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ജയിക്കണം, പാസ്റ്റ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അന്ന് സഭയിൽ 3 ദിവസം ഉപവാസം അടക്കം ഞാൻ സ്വപ്നത്തിൽ ദൈവം കാണിച്ചു. 38 പേരിൽ 36 പേര് ജയിക്കുന്നു, 2 പേർ തോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുപാട് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല, എന്നാലും
എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ടായി. സമയായി ഞങ്ങൾ പ്രാർത്ഥിച്ചു. 38 കുട്ടികൾ എക്സാം എഴുതി. അതിന് റിസൾട്ട് വന്നപ്പോൾ സൂസൻ ഡാളി എന്ന് പറയുന്ന 2 കുട്ടികള് സഭയിലേക്ക് ഓടി വന്നു. പാസ്റ്ററേ, 36 പേര് ജയിച്ചു, 2 പേര് തോറ്റു. സ്വത്രം മനസ്സിലായോ? ഞാൻ പറയുന്നത് അനേക കുട്ടികൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ ദൈവമിടയാക്കി. ഇന്ന് എല്ലാവിധ ഭാഷക്കാരും വലിയ പഠിപ്പുള്ളവരും ഒക്കെ ദൈവം ഞങ്ങളുടെ ആലയത്തിലേക്ക് തരുവാനിടയായി. നമ്മുടെ വിഷയം ദൈവത്തിന്റെ കാൽക്കൽ വീണ് അവന്റെ കാലുകളെ കെട്ടിപ്പിടിച്ച് നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ പ്രാർത്ഥിക്കുന്ന വിഷയം എന്തായിരുന്നാലും, എത്ര വലിയ വിഷയമായിരുന്നാലും, ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ മതിയായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ ചിന്തിക്കാൻ സമയമില്ല. അപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് അവൻ ഏകദേശം 12 വയസ്സുള്ള ഒരു ഏകജായ ഒരു മകളുണ്ടായിരുന്നു. അവൾ മരിപ്പാതായതുകൊണ്ട് തന്റെ വീട്ടിൽ വരണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു. നോക്കുക, തന്റെ വീട്ടിലേക്ക് വരുവാൻ പറഞ്ഞപ്പോൾ യേശു പോയോ ഇല്ലേ? ഹല്ലേലൂയ. വരാൻ പറഞ്ഞാൽ, നീ വിളിച്ചാൽ അവൻ നിന്റെ വീട്ടിലേക്ക് വരും. നിന്നോട് കൂടെ അവൻ വരും. യായിറോസിനോട് കൂടെ പോയ നല്ലവനായ ദൈവത്തെ ഇന്ന് രാത്രി വിളിച്ചുകൊണ്ട് വിളിച്ചാൽ അവൻ നിന്നോട് കൂടെ വരുവാൻ മതിയായ ദൈവമാണ്. പ്രശ്നങ്ങൾ ഉള്ളവര് എന്ത് ചെയ്യണം? ദൈവത്തോട് കാര്യങ്ങൾ പറയണം. തെലങ്കയിലെ കന്നഡ സർവീസ് നടക്കുന്നുണ്ട്. അവിടെ ഏകദേശം 200ഓളം പേര്, അവിടെ നല്ല ആലയമൊക്കെ ദൈവം തന്നിട്ടുണ്ട്. 200ഓളം കന്നഡക്കാരെ ദൈവം തന്നിട്ടുണ്ട്. അവിടെ നടക്കുന്ന മുഴുവനും ദൈവത്തിന്റെ അത്ഭുതങ്ങളാണ്. ദെബോര എന്ന് പറയുന്ന ഒരു സിസ്റ്റർ പേര് മാറ്റിയതാ. അവളുടെ 2 കിഡ്നി ഫെയിലറായി. സ്വത്രം. അവളുടെ വീട്ടുകാര് ഒക്കെ പറഞ്ഞു, നീ മരിക്കത്തേ ഉള്ളൂ. ഡോക്ടർമാരും പറഞ്ഞു മരിക്കത്തുള്ളൂ എന്ന്. പക്ഷെ ആ സഹോദരി നമ്മുടെ പോലെ ഒന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്. അവർക്ക് ഭയങ്കര വിശ്വാസമാണ്. ആ സഹോദരി, യേശു എന്നെ സൗഖ്യമാക്കും, അവൻ എന്റെ കിഡ്നിയെ സൗഖ്യമാക്കുമെന്ന് അവൾ പരിപൂർണമായി വിശ്വസിച്ചു. ചില മാസങ്ങൾക്കുള്ളിൽ കർത്താവ് അവളെ തൊട്ട് അവൾക്ക് അത്ഭുത സൗഖ്യം ദൈവം കൊടുത്ത് ഇന്നും അവൾ ജീവനോടെ ഇരിക്കുന്നു. ഇന്നും അവൾ ജീവനോടെ. സുനന്ദ, ഞാൻ പറഞ്ഞ കന്നഡക്കാരെ, സുനന്ദ ലോകനാഥ് എന്ന് പറയുന്ന ഒരു ഭാര്യ ഭർത്താവിന്റെ അവിടെ ജെയിൻ ഹോസ്പിറ്റലാണ് 2 ജോലി ചെയ്യുന്നത്. 8 വർഷക്കാലമായ ഒരു കുഞ്ഞുങ്ങളില്ല. എന്നാൽ ബിന്ദു എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവരെ ചർച്ചിലേക്ക് കൊണ്ടുവന്നു. എന്താ കാര്യം ചോദിച്ചാൽ, ഇവർക്ക് ഒരു ചെറിയ വീടുണ്ടായിരുന്നു. അവരുടെ അനുജൻ റൗഡിയാണ് ഇവരുടെ വീട് അദ്ദേഹം തട്ടിയെടുത്തു. അങ്ങനെ ഈ സഹോദരനുമായിട്ട് ഞങ്ങളുടെ ആലയത്തിലേക്ക് വന്നു. ഞാൻ പറഞ്ഞു, കന്നഡ ചർച്ചിന് പോകാൻ പറഞ്ഞവർ പോകത്തില്ല, മലയാളം ചർച്ച് ഞങ്ങളുടെ ഒപ്പം ഇരിക്കുന്നു. അവരുടെ വിഷയം എന്താ ചോദിച്ചാൽ, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരൊറ്റ മാസത്തിനുള്ളിൽ തട്ടിയെടുത്ത വീട് റൗഡിയായ സഹോദരൻ തിരിച്ചു കൊടുത്തു. 9 വർഷമായിട്ട് ഒരു കുഞ്ഞുങ്ങളില്ല. എത്ര വർഷം? ഒരുപാട് ചികിത്സകൾ ചെയ്തു, ഒരുപാട് അമ്പലങ്ങളിൽ പോയി, ഒരുപാട് ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു. 9 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അവള് രക്ഷിക്കപ്പെട്ട, അവള് സ്നാനപ്പെട്ട 6ാമത്തെ മാസത്തിൽ 9 മാസം കുഞ്ഞുങ്ങളില്ലാത്ത അവളുടെ ഗർഭപാത്രത്തിൽ ഒരാൺ കുഞ്ഞിനെ ദൈവം കൊടുത്തു. ഒരാൺ പൈതലെ ദൈവം കൊടുത്തു. ആമേൻ. ഇപ്പൊ പറയട്ടെ, കഴിഞ്ഞ ദിവസം 2ാമതൊരു ആൺകുഞ്ഞിനെ ദൈവം കൊടുത്തു. ഇത് നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവരെ പോലുള്ള വിശ്വാസം നമുക്കില്ല. അവർ ആലയത്തിൽ അങ്ങ് വരുമ്പോൾ മനസ്സിലായ, കണ്ണുനീരോടെ നിലവിളിച്ച് 101%
ദൈവത്തെ വിശ്വസിച്ചുകൊണ്ടാണ് വരുന്നത്. Praise the Lord. അങ്ങനെ ഒരു കുഞ്ഞിനെ ചോദിച്ച സ്ഥാനത്ത് 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. സുനന്ദ, ലോകനാഥ്. Praise the Lord. അതുപോലെ എത്രയോ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ആലയത്തിൽ ഒരേ സമയത്ത് 4 കൂട്ടായ്മകളെ ഈ പഠിപ്പില്ലാത്ത എന്നെ കൊണ്ട് ആ ദേശത്ത് ഞങ്ങളുടെ ഒറ്റ ചർച്ചയുള്ളൂ. ഗദ്ദലഹള്ളി എന്ന് പറയുന്ന ചർച്ച, ഗദ്ദലഹള്ളി എന്ന് പറയുന്ന ദേശത്തിലാണ് ചർച്ച. രാമയ്യ മെഡിക്കൽ കോളേജ്, ഞങ്ങൾ ആദ്യം അവിടെ ചർച്ച ഉള്ളപ്പോൾ കോളേജ് ഇവിടെ ഇരുന്നാൽ കാണാം. ഇന്നിപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ ഉയർന്ന് വലിയ സിറ്റി ആയിപ്പോയി. ഞാൻ പറയുന്നത് നമ്മുടെ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങൾ ഒന്നുമേ ഇല്ല. അതിന്റെ അവസാനം ചില വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കാം. 50-ാമത്തെ വാക്യം മുതൽ വായിച്ചാണ്. അത് കേട്ടാറ് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു. വീട്ടിലെത്തിയാറെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരെയും ബാലയുടെ അപ്പനെയും അമ്മയെയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്തു വരുവാൻ സമ്മതിച്ചില്ല. എല്ലാവരെയും കൊണ്ടുപോയില്ല എന്ന കാര്യം നിങ്ങൾക്കറിയാം. വിശ്വസിക്കുന്നവരെ മാത്രമാണ്, യേശുവിനെ അനുസരിക്കുന്നവരെ മാത്രമാണ് ആ ഉള്ളിലോട്ട് കൊണ്ടുപോയി നടത്തു മാറ്റും. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറയിടുകയും ചെയ്യുമ്പോൾ കരയേണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവൻ പറഞ്ഞു. നോക്കുകയോ മക്കളെ, എല്ലാവരും കരയുകയാണ്. 12 വയസ്സുള്ള പെൺകുട്ടി മരിച്ചുപോയി, എല്ലാവരും കരയുകയാണ്. എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. അവൾ ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല. എന്നാൽ നിശ്ചയമായിട്ട് അവൾ മരിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി പ്രസംഗം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, മരിച്ച് നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല, ഇനി ഒരിക്കലും ജീവനോടെ കാണുവാൻ കഴിയത്തില്ല. നഷ്ടപ്പെട്ടത് മാനുഷികമായി ചിന്തിച്ചാൽ ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല ചിന്തിച്ച് നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നഷ്ടപ്പെട്ടത്, മരിച്ചു പോയത്, ജീവൻ നഷ്ടപ്പെട്ടു പോയത്, വെട്ടുന്ന കോടാലി ഊരി നദിയിൽ ചേറ്റിൽ പുതഞ്ഞു കിടന്ന അതേ കോടാലിയ ദൈവം, വെള്ളത്തിന്റെ മേൽ കൊണ്ടുവന്ന ദൈവം, ഇന്ന് രാത്രി ഒരിക്കലും തിരിച്ചു ലഭിക്കത്തില്ല എന്ന് ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ചിലവർക്ക് ദൈവം തരാൻ പോകുകയാണ്. തിരിച്ചു കൊടുത്തില്ല, അവൻ കരഞ്ഞത് വെറുതെ ആകും, യേശുവിന്റെ അടുക്കൽ വന്നത് വെറുതെ ആകും. ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്ന ദൈവം, വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, യായിറോസിനെ പോലെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ വിശ്വസിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കാലുകളെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ച നിന്നെ ദൈവത്തിന് മറക്കാൻ കഴിയത്തില്ല, കൈവിടുവാൻ കഴിയത്തില്ല, ഉപേക്ഷിക്കാൻ കഴിയത്തില്ല, ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. മനസ്സിലായോ? സ്തോത്രം. ദൈവം രാത്രിയിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുകയാണ്. അല്ലെങ്കിൽ വിലാപമൗനത്തെ, അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്ന അനുഭവത്തിലേക്ക്, സന്തോഷ മൗനത്തിലേക്ക്, ആനന്ദത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ പോകുകയാണ്. എല്ലാവരും ഇന്ന് രാത്രി കണ്ണടച്ചാട്ടെ. നോക്കുന്ന ദൈവമക്കളെ, ആ പത്രോസ് പ്രൈസ് ദി ലോർഡ്, ദൂരമായി യേശു തമ്പുരാൻ പ്രൈസ് ദി ലോർഡ് ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. അവൾക്ക് നഷ്ടപ്പെട്ട ജീവൻ അവളിലേക്ക് മടങ്ങി വരുവാനിടയാണ്. ഇന്ന് രാത്രി ദൈവം ആ പട്ടണത്തെ ഇളക്കി മറിച്ച് അത്ഭുതങ്ങളെ ചെയ്ത ദൈവം, അത്ഭുതമന്ത്രിയായ ദൈവം, ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില അത്ഭുതകരമായി വിടുതൽ കർത്താവ് തരുവാൻ പോകുകയാണ്. രക്തസ്രാവമുള്ളവളിലേക്ക് ഇറങ്ങി വന്ന ദൈവശക്തി ഇന്ന് രാത്രി നിങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങുകയാണ്.
കുടുംബത്തിലുള്ളവരിലേക്ക് ഇറങ്ങിയാണ്, സഭയിലുള്ളവരിലേക്ക് ഇറങ്ങിയാണ്. ഓ സ്തോത്രം, സ്തോത്രം. വായി തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ട് ഹീലിംഗ് അത്ഭുതം ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ച രക്തസ്രാവമുള്ളവരിലേക്ക് ഇറങ്ങി വന്ന ദൈവശക്തിയെ രാത്രി നിന്റെ പ്രാർത്ഥനാ വിഷയത്തിലേക്ക്, ഹല്ലേലൂയ, നീ അനുഭവിക്കുന്ന വേദനകളിലേക്ക്, പ്രൈസ് ദി ലോർഡ്, വർഷങ്ങളോളമായി നിന്റെ ശരീരത്തിലുള്ളതായ ചില രോഗങ്ങൾ, ചില രോഗശക്തികൾ ഇന്ന് രാത്രി യേശു സൗഖ്യമാക്കിയ സ്തോത്രം. ഇറങ്ങട്ടെ ദൈവശക്തി, ഇറങ്ങട്ടെ ദൈവകൃപ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ, ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ, ദൈവത്തിന്റെ കൃപ ഇറങ്ങി വരട്ടെ. ഏത് വിഷയമായിരുന്നാലും, എത്ര വലിയ പ്രോബ്ലം ആയിരുന്നാലും, എത്ര വലിയ കടഭാരങ്ങളായിരുന്നാലും, എത്ര വലിയ രോഗങ്ങളായിരുന്നാലും, നിനക്കെതിരായി വരുന്ന ശത്രു എത്ര വലിയവനായിരുന്നാലും, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ മകളെ നിന്നോട് കൂടെയുണ്ട്. യായിറോസിന്റെ മകൾക്ക് നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കൊടുത്ത ദൈവം ഇന്ന് രാത്രി നിനക്ക് നഷ്ടപ്പെട്ടത്, ഹല്ലേലൂയ, എന്ത് തന്നെയായിരുന്നാലും ദൈവം തിരിച്ചു വരുവാൻ പോകുകയാണ്. എന്തായിരുന്നാലും തിരിച്ചു വരുവാൻ പോകുകയാണ്. കൃപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അഭിഷേകം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരാധന നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പണം നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആരോഗ്യം നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം നിനക്ക് തരികയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന യേശുവേ, ഇന്ന് രാത്രിയിൽ ഈ ആലയത്തിൽ വന്നിരിക്കുന്ന, ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും, അവരുടെ സകല ആവശ്യങ്ങളെയും, സകല പ്രാർത്ഥനാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ സ്തോത്രത്തോടെ തരും. കർത്താവിന്റെ കരം നിന്റെ മക്കളെ തൊട്ടിരിക്കാൻ സ്തോത്രം. ഞരമ്പുകളിലേക്ക്, അസ്ഥികളിലേക്ക്, രക്തത്തിലേക്ക് സൗഖ്യമാക്കുന്ന ദൈവശക്തി ഈ വിട്ടുപോകുവാൻ കൽപ്പിക്കും. കർത്താവിന്റെ കരം നിന്റെ കുഞ്ഞുങ്ങളെ തൊട്ടിരിക്കാൻ സ്തോത്രം. പ്രത്യേകിച്ച് ആലയത്തിന് വേണ്ടി കർത്താവ്, ദൈവദാസന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ്, ഹല്ലേലൂയ, എന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സഭയെ ദൈവം അതിരുകളെ വിസ്താരമാക്കാൻ പോകുന്നതിനായി സ്തോത്രം, ഉയർത്താൻ പോകുന്നതിനായി സ്തോത്രം, വളർത്താൻ പോകുന്നതിനായി സ്തോത്രം. ദേശത്തിന്റെ നാനാ ഭാഗത്തുനിന്നും അനേക ആത്മാക്കളെ ദൈവം ഈ ആലയത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നതിനായി സ്തോത്രം. നമ്മുടെ മക്കളുടെ ചെറിയതും വലിയതുമായ എല്ലാ ആവശ്യങ്ങൾക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവമായ കർത്താവ് ഈ വചനം മൂലം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇനി Hallelujah.
ദൈവത്തിന്റെ വചനത്താൽ നമ്മെ അനുഗ്രഹിച്ചതിനായി നമുക്ക് എല്ലാവർക്കും സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രത്യനെ ആത്മനിയോഗത്തോടെ ശക്തമായി നമ്മുടെ മധ്യത്തിൽ ഉപയോഗിച്ചതിനായി വീണ്ടും സ്തോത്രം ചെയ്യാം. ആമേൻ. അയച്ച കാര്യം സാധിപ്പിക്കാം. മടങ്ങിപ്പോകാത്ത ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും ആമേൻ ശക്തമായ ക്രിയ നടത്തിക്കൊണ്ടിരിക്കുകയാൽ ആമേൻ ഇന്ന് രാത്രി നമുക്ക് വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൂരെയും സമീപയും ദൈവവചനം ശ്രമിക്കുന്ന എല്ലാവരിലും വചനത്തിന്റെ ശക്തിയാലുള്ള വിടുതൽ, സൗഖ്യം, രോഗശാന്തി, ആരോഗ്യം, ബന്ധനങ്ങൾ അടിഞ്ഞു മാറുന്ന വിടുതൽ ചെയ്യുന്നത് ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല പിതാവേ, ആമേൻ ഇന്നു രാത്രി ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രസ്താവിപ്പാൻ ഞങ്ങളുടെ വിലപ്പെട്ട പ്രത്യേക ആത്മനിയോഗത്തോടെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. പ്രൈസ് ദി ലോർഡ്. അയക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ ക്രിയ ആമേൻ ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ പേരും ശക്തമായി ആമേൻ വെളിപ്പെട്ടു വരുമാറ് ദൈവവചനത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആമേൻ പ്രൈസ് ദി ലോർഡ് ബലത്തോടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. പ്രൈസ് ദി ലോർഡ്. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ആമേൻ. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടിതാവായ ദൈവമാണ്. ആമേൻ. ഞങ്ങളുടെ ആയുസ്സിന്റെ മേൽ, ആരോഗ്യത്തിന്റെ മേൽ, പ്രാണന്റെ മേൽ ആമേൻ അങ്ങേക്കാണ് അധികാരമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, തലമുറകളുടെ മേൽ ആമേൻ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ പകർന്നിരിക്കുന്ന എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കടന്നു വന്നതിന് ജനത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ ആമേൻ വചനത്തിന്റെ ശക്തി ദേശത്തിന് മേൽ ആമേൻ ശക്തിയോടെ ക്രിയ ചെയ്യുക. ആമേൻ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് ആമേൻ സാത്താനിക വാഴ്ചകളെയും അധികാരങ്ങളെയും കർത്തൃത്വങ്ങളെയും കാൽവരിയിൽ തകർത്തവനായ യേശുവിന്റെ നാമത്തിന്റെ അധികാരത്താൽ ആത്മാക്കളെ ബന്ധിച്ചു വയ്ക്കുന്ന ദുഷ്ടാധിപത്യങ്ങളെ തകർത്ത് ജനത്തെ പുറത്തു കൊണ്ടുവരുന്ന ദൈവ പ്രവൃത്തി ആമേൻ കർത്താവ് വഹിക്കുന്നതിനായി സ്തോത്രം. ദൈവവൃത്യന്മാരെ ആത്മാവിന്റെ ആമേൻ അഭിഷേകത്തോടെ അധികാരത്തോടെ പിന്നെ ദൈവം ഉപയോഗിക്കുന്നത് ഓർത്ത് ഞങ്ങളൊക്കെ വാഴ്ത്തണം. ഇവിടെ നടന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം. ഗായക സംഘത്തിനായി സ്തോത്രം. കടന്ന എല്ലാ ദൈവത്തിന്മാർക്കായി സ്തോത്രം. ഈ ദിനങ്ങളിലൂടെ ഇപ്രകാരം നടക്കുന്ന ദൈവവചന പ്രഘോഷണം നിമിത്തം ഹല്ലേലൂയ അനേകർ ജീവൻ പ്രാപിപ്പാൻ, അനേകർ സൗഖ്യം പ്രാപിപ്പാൻ, ആമേൻ മരണത്തിന്റെ കണികളിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, സാത്താന്യ ബന്ധനത്തിൽ നിന്ന് ഓരോ ആമേൻ വ്യക്തിത്വങ്ങൾ, കുടുംബങ്ങൾ, തലമുറകൾ, ദേശങ്ങൾ വിടുവിക്കപ്പെടുവാൻ, രാജ്യത്തിന്റെ വലിയ ക്രിയ നടക്കുവാൻ ഇന്ന് രാത്രി ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം മുഴുവനോടത്തേക്ക് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ മൂലം ഞങ്ങൾ വിനയമായി അപേക്ഷിക്കുമ്പോൾ ദൈവം കേൾക്കണം പിതാവേ. കർത്താവ് പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കാവലും കൂട്ടായ്മയും നമ്മോട് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും സകല വിശുദ്ധന്മാരും ദേശത്തുവേരുടെ പ്രവർത്തനങ്ങളോടും ഇന്നു രാത്രി നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിച്ച കർത്തദാസനോടും തന്റെ ശുശ്രൂഷകളോടും കൂടെ ഇപ്പോഴും കൊണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മൂലം ഈ രാത്രിയിൽ നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. പദവില്ലാത്തൊരു ഇളക്കം എന്നാന്ന് ചോദിച്ചു. അപ്പൊ ആൾ പറഞ്ഞ് ദൈവം വന്നെന്ന് പറഞ്ഞു. പാളയത്തിൽ ദൈവം വന്നെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ദൈവം ഒന്നും വന്നില്ല. ദൈവം വരാഞ്ഞത് കൊണ്ട് ആ പെട്ടകം ഫെലിസ്തീനെ പിടിച്ചോണ്ട് പോയി. ഏലിയുടെ 2 പിള്ളേരാകുന്ന ഹൊപ്പനിയും വിനേകാസും പോർക്കളത്തിൽ പട്ടു. പെട്ടകം ഫെലിസ്തീനെ പിടിച്ച് ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. അപ്പൊ ഈ ദൈവം വന്നെന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുന്നത്, ദൈവം ഒന്നും വന്നില്ല. ദൈവം വരണമെങ്കിൽ അതിന് വ്യവസ്ഥയുണ്ട്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തിൽ വാക്യത്തിൽ കാണുന്നത് ആബിയാരം യാക്കോബിന്, അങ്ങനല്ല എഴുതിയിരുന്നത്, നന്നായിട്ട് പറയണം. ആബിയാരം യാക്കോബിന് അങ്ങനെ വായിക്കും.
ആരെങ്കിലും പറഞ്ഞു കേട്ടോണ്ട് പറയരുത്, വേറെ ദിവസം വായിക്കണം. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രയേലിനോട്. അങ്ങനെ എഴുതിയേക്കുന്നത് 23 വായില്. അങ്ങനെ തന്നെ അമ്മ, ഞാൻ മുമ്പേ നോക്കിയാച്ചാ വന്നത്. അങ്ങനെ തന്നെ മുമ്പേ ഞാൻ നോക്കിയായിരുന്നു. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രയേലിന് ഫലിക്കത്തില്ല. ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല, യാക്കോബിന് പറ്റത്തില്ല. പക്ഷെ എങ്ങനത്തെ യാക്കോബിനാ? 22 വാക്യം വായിച്ചേ. കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. ആ യാക്കോബിന് ആഭിചാരം പറ്റാത്ത ഉണക്കത്തോത്രം പറഞ്ഞ് നീ അടി വേണ്ടി ചൂപ്പാട് വരും. ആ തോത്രം ഗ്ലോറിയൊക്കെ ഒന്ന് കണ്ട ഇപ്പൊ തന്നെ ഒരു ചായപ്പഴ മേടിച്ചു കൊടുക്കാൻ തോന്നും. ഇരിപ്പൊക്കെ കണ്ട ഉണക്കയെല്ലാം അടി മേടിച്ച് ഊപ്പാട് വരും. പക്ഷേ കാട്ടുപോത്തിന് തുല്യ ബലമുള്ള ദൈവ കുഞ്ഞുങ്ങൾക്ക് ഒരു ആഭിചാരവും പറ്റത്തില്ല. ഞാൻ ദൂത് മാറി പോകുന്നറിയാമെങ്കിലും ചിന്ത നിങ്ങൾ വചനത്തിൽ ഗ്രാഹ്യമുള്ളവരാ. ഈ കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടെന്ന് 23-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ വായിക്കുന്നു. അപ്പോൾ തന്നെ ഇവരെ പറ്റി 21-ാം അധ്യായത്തിന്റെ 4 മുതൽ പഠിക്കുമ്പോൾ ഇവർ ക്ഷീണിച്ചെന്ന് കാണും. 21-ന്റെ 4 മുതൽ വായിച്ച സംഖ്യ. പിന്നെ അവർ ഏതോ ദേശത്ത് ചുറ്റിപ്പോകുവാൻ ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് ചെങ്കടവഴിയായിട്ട് യാത്ര പുറപ്പെട്ടു. വഴിനിമിത്തം ജനത്തിന്റെ മനസ്സോ ക്ഷീണിച്ചു. ജനം ദൈവത്തിന്റെ മോശയ്ക്കും വിരോധമായിട്ട് സംസാരിച്ചു. മരുഭൂമിയിൽ മരിക്കേണ്ടതിന് നിങ്ങൾ ഞങ്ങളെ മിസ്രയീമിൽ കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പവുമില്ല. അപ്പൊ അവിടെ ഒരു പദം ക്ഷീണിച്ചെന്നൊരു പദമുണ്ട്, ക്ഷീണിച്ചു. അപ്പോൾ ഇസ്രായേൽ മക്കളെ പറ്റി 21-ാം അധ്യായത്തിന്റെ 4 മുതൽ താഴോട്ട് പിടിക്കുമ്പോൾ ഇവര് ക്ഷീണിച്ചു. എന്നാൽ 23-ാം അധ്യായത്തിന്റെ 22 വരുമ്പോൾ ഇവർക്ക് കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായി. അപ്പൊ ഇതിനിടയ്ക്ക് വെച്ച് ഇവര് ബലപ്പെട്ടു. 21-ന്റെ 4 ക്ഷീണിച്ചു വരാം. പക്ഷെ 23-ന്റെ 22 ആയപ്പോൾ കാട്ടുപോത്തിന് തുല്യമായ ബലം. അതിനൊരു കാരണം പറയാം. ബലപ്പെട്ടത് എവിടാന്ന് പറയാം. 21-ന്റെ 16 വായിച്ച. 21-16 ചടികടാന്ന് വായിക്കണം, സ്ഫുടമായിട്ടും വായിക്കണം. മെഞ്ഞു വരികയായിരുന്നേ ഇവിടെ വെട്ടം ഉണ്ടായിരുന്നവെല്ലാം ബൈബിൾ എടുക്കുന്ന വായിക്കുന്നത്. ഇനി പോയി ഇങ്ങോട്ട് എഴുന്നേറ്റ്. ഇവിടെ നല്ല വെട്ടമുണ്ട്. ഇനി പോയിരുന്ന. അപ്പോൾ 21-ാം അധ്യായം ഇവിടെ മുന്നില് ഇവിടെ നല്ല വെട്ടമാണ്. വായിച്ചു തെറ്റാറ് വായിച്ചാൽ മതി. അപ്പൊ 21-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ കണ്ടത് ഒന്നുകൂടെ വായിച്ചാട്ടെ. അവിടെ നിന്ന് അവർ ബേരിലേക്ക് പോയി. യഹോവ മോശയോട് ജനത്തെ ഒന്നിച്ചു കൂട്ടുക. ശ്രദ്ധിച്ചേ, ഒന്നിച്ചു കൂട്ടുക. ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ ഇത് തന്നെ. അപ്പോൾ ഇസ്രായേൽ കിണറെ പൊങ്ങുവാ, കിണറെ പൊങ്ങുവാ, അതിന് പാടുവിൻ. പ്രഭുക്കന്മാർ കുടിച്ച കിണർ, ജനശ്രേഷ്ഠന്മാർ തങ്ങളുടെ ജമ്പൂല് കൊണ്ടും ദണ്ട് കൊണ്ട് കുത്തിയ കിണർ എന്നുള്ള പാട്ട് പാടി. അപ്പോൾ ഇവിടെ ബേരിലേക്ക് കൊണ്ടുവന്നേച്ച് ദൈവം തമ്പുരാൻ മോശയോട് പറഞ്ഞു ജനത്തെ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. ഈ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞ കാര്യം ഇപ്പൊ എല്ലാം വിഘടിച്ച് നിൽക്കുക. ഒന്നിച്ചല്ല നിൽക്കുന്നത്. ഈ എക്യൂമെനിക്കലൊക്കെ പേരിലേ ഉള്ളൂ, നോട്ടീസിലേ ഉള്ളൂ. ഐക്യതയൊന്നും ഐക്യപ്പെന്തിക്കോസ് ഒരൈക്യവും ഇല്ലെന്നുള്ളത് അവരാണ്. അതിലേതെങ്കിലും ഒരു സഭയിൽ ആൾക്ക് സമയം കൊടുക്കാതിരുന്നേ അന്നേരം പറയാം ഐക്യം. ഈ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലേ, ഏട്ടിലെ പശു നിങ്ങൾക്കറിയാം, മറന്നിട്ടില്ല. അപ്പോൾ ഈ ബേരിലേക്ക് കൊണ്ട് ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞതിന്റെ കാര്യം എല്ലാം ചെതർ നിൽക്കുക. ചെതറാൻ കാര്യമുണ്ട്. 21-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ മന്നയ്ക്കെതിരെ പുറപുറത്തു. ഈ സാരമില്ലാത്ത ആഹാരം ഞങ്ങൾക്ക് വെറുപ്പ്. വെറുപ്പെന്ന് പറഞ്ഞ് പുറപുറത്ത്. മന്ന യേശുക്രിസ്തുവിനും വചനത്തിന് നിഴല. നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെട്ട് പഠിച്ചാൽ തിരുവചനത്തിന് നിഴല മന്ന. ഈ വചനത്തെ നിന്ദിച്ചു. വചനത്തെ ഇവര് ഏതുമില്ലെന്ന് കൽപ്പിച്ചു. വചനത്തെ നിന്ദിക്കുന്നവൻ അതിന് ഉത്തരവാദിയാണ്. അപ്പൊ ഇവര് വചനത്തെ നിന്ദിച്ചു. ഇത് ഞങ്ങൾക്ക് വെറുപ്പാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വെറുപ്പാന്ന് പറഞ്ഞപ്പോ തമ്പുരാനെ പറഞ്ഞ അങ്ങനെ വെറുതെ വിടാനൊക്കത്തില്ല. ഈ അഗ്നിസർപ്പത്തോട് പറഞ്ഞ് കയറി കടിക്കാൻ പറഞ്ഞു. അഗ്നിസർപ്പം വന്ന് പാളയത്തിൽ കയറി. ഈ അഗ്നിസർപ്പം വരുമ്പോ IPC ആണെന്നോ ചർച്ചക്കോടാന്ന് നോക്കിയാന്നോ കടിക്കുന്നേ. ആമ്പ് കയറി കണ്ടവനെ എല്ലാം കയറി കടിച്ചു. ഏതവനെല്ലാം നിന്നിച്ചോ അവനെ എല്ലാം IPC-കാരി മാറി കടിച്ചേച്ച് പോട്ടെന്നൊന്നുമല്ല, ഊടുപാട് കടിച്ചു. ചർച്ചക്കോട്ടും കടിച്ചു, IPC-യും കടിച്ചു, അസംബ്ലീസും കൊടുത്തു. മുഴുവനുണ്ട്. ഒരുമാതിരിപ്പെട്ടെല്ലാം കടി കൊണ്ട് കിടക്കുക. സ്തോത്രം. അപ്പൊ ഈ കടി കൊണ്ട്
കടി കൊണ്ടവൻ വേദന കൊണ്ടോടി, കണ്ടവൻ കൊള്ളാതിരിക്കാൻ ഓടി, ആദ്യം കൊണ്ടവൻ വീണ് ചത്തു, അത് കണ്ടുകൊണ്ട് ചിലർ ഓടി. ചുരുക്കി പറഞ്ഞ പാളയത്തിൽ മുഴുവൻ പാച്ചലായി. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, വല്ല കടികിട്ടി ഓടി നടക്കുക. അതിന് അവിടെ തങ്കുവിന്റെ ഇടപെടലുണ്ടോ, താരുവിന്റെ ഇടപെടലുണ്ടോ, അവിടെ ചെന്ന രക്ഷനുണ്ടോ, കടി കൊണ്ടോ ഓടി നടക്കുക. ഇരുമ്പൊക്കെ കാണുമ്പോൾ അറിയാം. അല്ല, ഇതിൽ നന്നായിട്ട് വിടുതലിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ആരെയും കടികെട്ടി കിടക്കില്ല. അപ്പൊ കടി കൊണ്ട് 4 വശത്തോട്ട് ഓടി, പാളയം ചിതറി പാച്ചിലായി. അതുകൊണ്ടാ 4 വശത്ത് ഓടിക്കൊണ്ടാ 16-ാം പകുതി ജനത്തെ എല്ലാം കൂടെ ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. ഞാനൊരു ദൂത് പറയാം. ബോർഡ് നോക്കി, ഡിനോമിനേഷൻ നോക്കി അല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. അവൻ വചനം കിട്ടുന്നിടത്ത്, ആരാധനയുള്ളിടത്ത് ഒന്നിച്ച് എന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തണം. കക്ഷി പക്ഷ വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ ദൈവത്തെ ആരാധിച്ചോണം. എവിടെ തിരുവചനം കിട്ടും, എവിടെ ആരാധനയുണ്ട്, എവിടെ ആത്മീക ശുശ്രൂഷയുണ്ട്, അവിടെ പോയി നമുക്കുള്ളതെല്ലാം ഭക്ഷിച്ചോണം. സ്തോത്രം. ഒന്നിച്ചു കൂട്ടാൻ പറഞ്ഞു. എല്ലാവരും ഒന്നിച്ചു വന്നു. ഒന്നിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ ഇത് തന്നെ. അപ്പോൾ ഇസ്രായേൽ കിണറെ പൊങ്ങുവാ, കിണറെ പൊങ്ങുവാ, അതിന് പാടിവീൻ പ്രഭുക്കന്മാര് കുടിച്ച. അപ്പൊ ഈ കിണറ് പ്രഭുക്കന്മാര് കുത്തിയ കിണറാ. ഒറ്റ വാക്കി പറഞ്ഞാൽ ഈ കിണറ് അബ്രഹാം കുത്തിയ കിണറാ. അബ്രഹാം ദൈവത്തിന്റെ പ്രഭുവായിരുന്നു. അവിടെ പ്രഭുക്കന്മാര് കുത്തിയ കിണറെന്നാ. അപ്പൊ അബ്രഹാം ആയിരുന്നു ദൈവത്തിന്റെ പ്രഭു. കാരണം തെളിവ്, അബ്രഹാമിന്റെ ഭാര്യ സാറായി മരിച്ചു. എത്ര വയസ്സിൽ? 127 വയസ്സിൽ സാറായി മരിച്ചപ്പോൾ അടക്കാൻ സ്ഥലമില്ല. അടക്കാൻ അബ്രഹാം ഹിത്യരോട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ടവൾ മരിച്ചു, ഞാൻ അവളെ അടക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി തരണം. അപ്പോൾ ഹിത്യര് പറഞ്ഞൊരു പറമുണ്ട്, അയ്യോ നീ എന്തോ സംസാരമായി പറയുന്നത്, നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭുവാ. 23:4 വായിച്ചേ. ഉൽപ്പത്തി 23:4. ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്നവനും ഞാൻ എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവൻ എന്ന് പറഞ്ഞു. അബ്രഹാമിനോട് യജമാനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ പ്രഭു. അപ്പോൾ അബ്രഹാമായിരുന്നു ദൈവത്തിന്റെ പ്രഭു. സംഖ്യാപുസ്തകത്തിൽ വായിച്ച പ്രഭുക്കന്മാര് കുത്തി കിണറന്ന. അപ്പോൾ ഈ കിണറ് അബ്രഹാം കുത്തി. അബ്രഹാം പണ്ട് ഇവിടെ വന്ന് കുടിയിരുന്നതാ. ഈ സ്ഥലത്ത് പേരിലൊക്കെ വന്ന് കുടിയിരുന്നതാ. ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല. എല്ലാം അങ്ങനെ എഴുതിയെടുക്കണ്ട. സ്വോത്രം പറയാതെ എഴുതുകയല്ലേ, എല്ലാം എഴുതിയെടുക്കണ്ട. അത് വേണ്ട. ഞാൻ കഷ്ടപ്പെട്ട് സ്വോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ധ്യാനിച്ചു കൊണ്ടുവന്നത് സ്വോത്രം പോലും പറയാതെ അമ്മില്ല. വിളച്ചിലൊന്നും വേണ്ട, അതൊക്കെ ഞാൻ അടിച്ചോളാം. അത്ര എഴുതിയെടുത്താൽ മതി. ബാക്കി എൻ്റെ അടുക്ക വരികയെന്നെ പറഞ്ഞുതരാം. എന്നൊരു സ്വോത്രം പറയുമോ, എഴുതുന്ന അതും പറയുക, എല്ലാം വേണ്ട. അപ്പോൾ ശ്രദ്ധിക്കുക, അബ്രഹാം ഈ സ്ഥലത്ത് വന്ന് കുടിയിരുന്നു. അപ്പൊ കുടിയിരുന്ന സമയത്ത് അബ്രഹാമായി കിണർ കുത്തിയത്. അതിന് അബ്രഹാം കിണർ കുത്തിയത് ഒരു പണിയില്ല, 3-4 കിണറങ്ങ് കുത്തിയേക്കാം. ജോലിയിലായിട്ട് കുത്തിയതല്ല. തെളിവ്, ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം ഒരു യാഗം കഴിച്ചു, ഏകപക്ഷീയമായ ഉടമ്പടി. ആ യാഗം കഴിച്ചു. കുർബാവിനെ പിളർന്നില്ല. അത് ഞാനിപ്പോ എടുക്കുന്നില്ല, കണ്ണനവും വ്യാഖ്യാനവും എടുക്കുന്നില്ല. ഏതായാലും സന്ധ്യ ആയപ്പോൾ റാഞ്ചൻ പക്ഷി ഇറങ്ങി അബ്രഹാം ആട്ടിക്കളഞ്ഞു. ഗാഢനിദ്ര വന്നു, അന്ധതമസ് വന്നു. അന്ന് രാത്രി സർവജ്ഞനായ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അനേക കാര്യങ്ങൾ അബ്രഹാമിനോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, നിനക്ക് സന്തതി ഉണ്ടാകും, സന്തതികളുടെ സന്തതി ഉണ്ടാകും. നിന്റെ സന്തതി ഈ സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം അവിടെ പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. ഒടുവിൽ അവരെ ഞാൻ സമ്പത്തോടുകൂടെ തിരിച്ചു വരുത്തും. അതിന്റെ പദം പറഞ്ഞു, 4ാം തലമുറക്കാർ ഇവിടേക്ക് വരും. വായിച്ച ഉൽപ്പത്തി 15:16. 4ാം തലമുറക്കാർ ഇവിടേക്ക് വരും. അപ്പോൾ സന്തതി ഇല്ലാതിരുന്ന കാലത്ത് സർവ്വജനായ ദൈവം തമ്പുരാൻ തന്നോട് പറഞ്ഞ വാഗ്ദത്തം അബ്രഹാം വിശ്വസിച്ചു. സന്തതി ഉണ്ടാകുമെന്നും സന്തതിക്ക് സന്തതി ഉണ്ടാകുന്നു, അവർക്ക് സന്താനം ഉണ്ടാകുമെന്നും ആ സന്തതി ഈ സ്ഥലത്തൂടെ തിരിച്ചു വരുമെന്നുള്ള ആ കാര്യം അബ്രഹാം വിശ്വാസ കണ്ണാൽ കണ്ടു. അപ്പോൾ തന്റെ ഹൃദയത്തിലെ ആഗ്രഹം
തന്റെ തലമുറ സമ്പത്തോടും കൊള്ളയോടും കൂടെ ആടുമാടുകളോടും കൂടി ഇതിലെ വരുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം വേണം. അതുകൊണ്ട് വിശ്വാസത്താൽ കിണർ കുത്തി. അതാണ് പ്രഭുക്കന്മാർ കുത്തിയ കിണർ. ഈ കിണറ്റിങ്കരെ വന്നേച്ച് പിന്നെ ജനശ്രേഷ്ഠന്മാർ തങ്ങളുടെ ചെങ്കോല് കൊണ്ട് കുത്തിയ കിണറുന്നുണ്ട്. അത് ഞാനിപ്പോ എടുക്കുന്നില്ല, എല്ലാം തരികയില്ല. അപ്പൊ ശ്രദ്ധിക്കുക, ഈ കിണറ് അബ്രഹാം കുത്തി എന്തിന്? തന്റെ സന്തതിയുടെ ക്ഷീണം മാറ്റുവാൻ, തളർച്ചകൾ മാറ്റുവാൻ. ഇന്ന് രാത്രി നമ്മുടെ സകല കിടമതികളും തളർച്ചകളും മാറ്റി നമ്മെ ബലപ്പെടുത്തുവാൻ ദൈവം വിശ്വസ്തൻ. ഈ പാട്ടുപാടി ഇവര് ബലപ്പെട്ടവർ കിണർ പൊങ്ങി വന്നെന്ന് പറഞ്ഞാൽ വെള്ളം പൊങ്ങി വന്നു. ഈ വെള്ളം ഇവര് കുടിച്ചു. ഈ വെള്ളം കുടിച്ചപ്പോൾ കാട്ടുപോത്തിന് തുല്യ ബലമുണ്ടായി. ആ ബലത്തോടെ ആ സീകോനെ തട്ടി ഓടി അടിച്ച് അമ്മോന്റെ ദേശമെല്ലാം പിടിച്ച് ആ കയറ്റവും കയറി തോടും പിടിച്ചെടുത്ത് കയറി ഇങ്ങോട്ട് വന്നു. അതുകൊണ്ടാണ് മോവാബ് രാജാവ് പേടിച്ചത്. അപ്പൊ ഇങ്ങനെ ആത്മശക്തിയുള്ള കാട്ടുപോത്തിന് തുല്യ ബലമുള്ള ദൈവകുഞ്ഞുങ്ങൾക്ക് ഒരാവിചാരവും പറ്റത്തില്ല. നമ്മുടെ വിഷയത്തിൽ വരാം. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു, ദോഷത്തിനല്ല നന്മയ്ക്കാം. അപ്പൊ ഒരു രാത്രി അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഇസഹാക്കിനെ ഞാൻ പറഞ്ഞെടുത്തുകൊണ്ട് പോയി യാഗം കഴിക്കണം. അരുളപ്പാട് കേട്ട് അബ്രഹാം അടങ്ങിക്കിടന്നില്ല. അബ്രഹാം അധികാരത്തിൽ എഴുന്നിട്ട് കഴുതയ്ക്ക് പോകപ്പെട്ട ബാല്യക്കാരെ ക്രമപ്പെടുത്തി ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകുകയാണ്. ദൂരെ വെച്ച് അബ്രഹാം ആ സ്ഥലം കണ്ടു. അപ്പൊ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരിക്കണം, ഞാനും ബാലനും അവിടത്തോളം